ഗൈസ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് സ്റ്റാർട്ടാകുമ്പോൾ ഭയങ്കര ടപ്പ് പൊട്ടും, ഇനി ഓഫായി പോകും. ഇതൊരു അങ്ങനത്തെ റയർ പല ടൈപ്പ് കംപ്ലൈൻ്റ് ആയിട്ട് വരും വണ്ടികൾ. ഡ്യൂക്ക് ഫോണ്ട് ഇവിടെയാണ് എൻ്റെ പ്ലഗ് ഇരിക്കണം. ഇതിൻ്റെ ഉള്ളിൽ അതൊന്ന് അയക്കണം. ഞാൻ തിരണ ഉള്ളിലോട്ടാണ് എൻ്റെ പ്ലഗ് ഇരിക്കണം. ഈ സ്പാൻഡർ വെച്ച് അടിക്കാൻ പറ്റുള്ളൂ. പ്ലഗ് സ്പാൻഡറാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടണം. അതിൻ്റെ അതിലോട്ട് കയറും. ഫുള്ളകത്തോട്ട് കയറും. നല്ല ആഴമുണ്ട്. നല്ല പണിയാണ് ഇതിൻ്റെ ഉള്ളിൽ വശത്തായ കാരണം അഴിക്കാൻ. ചില ടൈറ്റായി പോകും. സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ ഒടിഞ്ഞ് ആതിരിക്കും. പിന്നെ ഇഞ്ചൻ മൊത്തം ഉരുണ്ട വരും. അങ്ങനെ കുഴപ്പം. അതിൽ ഊരിപ്പോന്നു. ഒരു രക്ഷയുണ്ടായില്ല. പ്ലഗ് ഊരി പോകുന്നു. പക്ഷേ ഉള്ളിൽ നിന്ന് ഉള്ളി കാണാണ്ട് അവസാനം കാന്തം വെച്ച് ഇങ്ങനെ എടുത്ത് ആ ഡ്യൂക്കിൻ്റെ പ്ലഗ്. ഇതാ പുതിയ പ്ലഗ്. ഇനി പുതിയ പ്ലഗ് ഒന്ന് ഇട്ട് നോക്കാം. ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കംപ്ലീറ്റ് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് ഇടങ്ങേറിൽ അതിന് കൊടുത്തേക്കണം. സാധാരണക്കാർക്കൊന്നും പണിയാൻ പറ്റത്തില്ല. വണ്ടി നല്ല ക്ഷമ വേണം ഇതൊക്കെ പണിയാൻ. സാധാരണ വർഷാപ്പുരം എടുക്കാത്ത കാര്യം ഇത് തന്നെ. അതിൽ ഈ വണ്ടി പണിയുന്ന സമയം കൊണ്ട് വേറെ 2 വണ്ടി തീരും. അതാണ് ആരും ഈ വണ്ടിക്ക് എടുക്കാത്തത്. അഡാപ്റ്റർ വന്നിട്ട് നോക്കാം. അഡാപ്റ്ററിൻ്റെ നീളം കണ്ടു. ഇത്ര ഭയങ്കര വലിയ നീളമുള്ള അഡാപ്റ്റർ. സാധാരണ കണ്ട് ശീലമുള്ള അഡാപ്റ്ററിനെ കടയൊക്കെ ഭയങ്കര വലിപ്പമായി. ലോക്കായി. ടാങ്കിലും വെള്ളമൊക്കെ ഉണ്ടായി. ടാങ്കൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം എടുത്ത് അഴിച്ച് ക്ലീനൊക്കെ ചെയ്താൽ അതും റെഡിയാക്കിയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. റെഡി. സ്റ്റാർട്ടായിട്ടുണ്ട്. കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട്.
ഹുക്കിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട്. ഈ ചെറിയ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ബൈ ബൈ.